ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അവസാനം യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ ലോകത്തിന് എവിടെയും പോയി സുവിശേഷം അറിയിക്കുക. ആ അധികാരമുള്ള നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യേശു എന്ന് പറഞ്ഞാൽ ആ നാമത്തിന്റെ അർത്ഥം എന്താണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. യേശു എന്ന് പറഞ്ഞാൽ ആ നാമത്തിന്റെ അർത്ഥം എന്താണ്? രക്ഷകൻ. പാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കിയാൽ അവന് യേശു എന്ന് വിളിക്കണം. ആ നാമത്തിൽ ഒത്തിരി അർത്ഥമുണ്ട്. ആ നാമത്തിൽ ശക്തിയുണ്ട്, ആ നാമത്തിൽ വിടുതലുണ്ട്, ആ നാമത്തിൽ സൗഖ്യമുണ്ട്, ആ നാമത്തിൽ അനുഗ്രഹമുണ്ട്, ആ നാമത്തിന് അർത്ഥമുണ്ട്. അർത്ഥമുള്ള നാമം യേശുവിന്റെ നാമമാണ്. ജോർജ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നർത്ഥം. വല്ല ഗുണമുണ്ടോ? ഇത്രയും നാളുമായിട്ട് ഞാൻ വലിയ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. പേര് നല്ലതാ, പക്ഷെ പേരിനുള്ള പരിപാടി ഒരു എഫക്റ്റും ഇല്ല. സന്തോഷം എന്നാ കയറി വരുന്നത്, പക്ഷെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ദുഃഖം എന്ന് തോന്നുന്നു. പേരുണ്ട്, പക്ഷെ യാതൊരു കണക്ഷനും ഇല്ല. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അങ്ങനത്തെ പേരിന് യാതൊരു ഗുണവും ഇല്ല. യേശുവിന്റെ നാമത്തിന് അർത്ഥമുണ്ട്, അതിന്റെ പിൻപിൽ ബലമുണ്ട്, അത് പ്രവർത്തിക്കും, അതിനൊരിക്കലും മാറ്റമില്ല. രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും രക്ഷിക്കും. കൂടുണ്ടെന്ന് പറഞ്ഞാൽ ഇമ്മാനുവേൽ, അവൻ നമ്മുടെ കൂടുണ്ട്. ഇനി ആ നാമത്തിന് വലിയൊരു അർത്ഥമുണ്ട്. യെശയ്യാവ് 9:6. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ബാക്കിയുള്ളതുപോലെ അല്ല, അതിന്റെ അർത്ഥമുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് ആധിപത്യം? അതോറിറ്റി ആൻഡ് പവർ ഇസ് ഓൺ ഹിസ് ഷോൾഡർ. സകല ആധിപത്യവും അവന്റെ തോളിലിരിക്കും. അവന്റെ പേര് അത്ഭുത മന്ത്രി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താ? അത്ഭുത മന്ത്രി, വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് എഴുതിയിരിക്കുന്നത്. വീരനാം ദൈവം, മൈറ്റി ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എവർലാസ്റ്റിംഗ് ഫാദർ. യേശുവിനെ കുറിച്ച് ഇത്രയും നാളും പുത്രൻ എന്നല്ലേ നിങ്ങൾ കേട്ടിരിക്കുന്നത്? പക്ഷെ യേശുവിനെ കുറിച്ച് യേശയ്യാ പ്രവാചകൻ എന്താ എഴുതിയിരിക്കുന്നത്? നിത്യപിതാവ്. അതുകൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇത് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇതിനു മുമ്പ് പിടികിട്ടിയിരുന്നോ? അവനെ കുറിച്ച് എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ. പിന്നെ സമാധാനത്തിന്റെ പ്രഭു, പ്രിൻസ് ഓഫ് പീസ്, അവന്റെ പേര്. യേശുവെ എന്ന് വിളിക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നിന്റെ വീട്ടിലോട്ടേക്ക് കയറി വരും. When you call Jesus, when you ask him, when you request him, all these things will come into your house. ഇന്ന് വൈകിട്ട് ഇവിടുന്ന് എടപ്പാളിലേക്ക് നെൽസൺ പോകുമ്പോൾ അങ്ങ് കൊണ്ടുപോകാൻ പോവാ ഈ നാമം. അപ്പൊ കൂടെ എന്താ വരുന്നേ? സമാധാനത്തിന്റെ പ്രഭുവാണ്. അപ്പൊ ഡൈനിങ് റൂമിൽ എന്തായിരിക്കുന്നത്? മുഴുവൻ സമാധാനം. ബെഡ്റൂമിൽ എന്തായിരിക്കുന്നത്? സമാധാനം. ഡ്രോയിങ് റൂമിൽ എന്തായിരിക്കുന്നത്? സമാധാനം. വരാന്തയിൽ എന്തായിരിക്കുന്നത്? കിച്ചണിലോ സമാധാനം. കാർ ഷെഡിലോ പിള്ളേരുടെ പഠിക്കുന്ന മുറിയിലോ സമാധാനത്തിന്റെ പ്രഭു വന്നാൽ എല്ലാ മുറിക്കകത്തും എന്താണ്? കരച്ചിലും പല്ലിയടിയുമില്ല, വഴക്കാണമല്ല, വക്കാണമല്ല. എന്തായിരിക്കുന്നത്? സമാധാനം. യേശു നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ സൗഖ്യം വരുന്നു, ശാന്തി വരുന്നു, സമാധാനം വരുന്നു, നിത്യജീവൻ വരുന്നു, വിടുതൽ വരുന്നു. യേശുവിന്റെ നാമത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. ആ നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവം, മൈറ്റി ഗോഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:12. യേശുവിന്റെ നാമം നിമിത്തം കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പാപം മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ നാമനിമിത്തം പാപം മോചിക്കപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടിട്ടില്ലെങ്കിൽ ആ പാപം ദൈവം നിങ്ങൾക്ക് മോചനം തെരുമാറാകട്ടെ. മദ്യപാനത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒത്തിരി സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ പറ്റുകയുള്ളൂ. കുപ്പി കാണുമ്പോൾ പറയണ യേശുവിന്റെ നാമത്തിൽ ഞാൻ കുടിക്കില്ല. നീ തന്നെ വിചാരിച്ചാൽ നടക്കില്ല, ഭാര്യ വിചാരിച്ചാൽ നടക്കില്ല, എല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. യേശുവിന്റെ നാമത്തിൽ നടക്കും.
എന്ത് നിനക്ക് ചെയ്യാൻ വയ്യാത്തത് നിന്റെ ജീവിതത്തിലുണ്ടോ, അത് യേശുവിന്റെ നാമത്തിൽ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പിശാചിന് ശക്തി അറിയാം, ദൈവമക്കൾക്ക് ശക്തി അറിയില്ല. അപ്പോസ്തലപ്രവൃത്തി 4:18. യഹൂദന്മാർക്കൊരു പിടി കിട്ടി. ഇവർ നടക്കുന്നത് ഇവരുടെ ശക്തി കൊണ്ടല്ല, ഇവർ പ്രയോഗിക്കുന്ന മാജിക്ക് മുഴുവൻ വേറെ പരിപാടിയാണ്. അപ്പൊ യഹൂദന്മാര് ആദ്യ ക്രിസ്ത്യാനികളെ എല്ലാം പിടിച്ചേച്ച് അവരോടൊരു വാർണിംഗ് കൊടുത്തു. എന്താണെന്നറിയാം? പറയുന്നവർക്ക് അതിന്റെ വില മനസ്സിലായില്ലെങ്കിലും കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. അന്നകാലത്തെ യഹൂദന്മാർക്ക് പിടികിട്ടി ഇവരുടെ ശക്തി ഇരിക്കുന്ന മുഴുവനും എന്തിലാണ്? യേശുവിന്റെ നാമത്തിലാണ്. ആദ്യ വിശ്വാസികൾ യേശുവിനെ നേരിട്ട് കണ്ട്, ഉയർപ്പ് നേരിട്ട് കണ്ട്, അവന്റെ സ്വർഗാരോഹണം നേരിട്ട് കണ്ടിരുന്നത് കൊണ്ട് അവർക്കറിയാം യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ സംഭവിക്കും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് യഹൂദന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. തൃശ്ശൂർ അത് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 1 വർഷമായി ഒക്ടോബർ വരെ ഒരു പ്രാവശ്യം പോലും യേശുവിന്റെ നാമത്തിൽ ഒന്നും ചെയ്യാത്ത ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ, പിശാചിനറിയാം ഇവരെയൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനമൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒന്നും പറയരുതെന്ന് പറയേണ്ട കാര്യമില്ല. ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതുവരെയും ഒരു പ്രാവശ്യം പോലും പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കണ്ട. എനിക്ക് തന്നെ പേടി വരും. ഒരു തീരുമാനം എടുത്താൽ മതി. ഇന്ന് തൊട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. God wants you to know and use and experience the power in the name of Jesus. Are you willing to use that name? Are you willing to experience that power? നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബാങ്കുകളിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിൽ, നിങ്ങളുടെ ദേശത്ത് യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഉപയോഗിക്കുവാൻ ഇന്നു മുതൽ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ആദ്യം ചെയ്യാനുള്ള എളുപ്പമുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ മക്കളെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ന് തൊട്ട് എല്ലാവരും അടുത്തിരിക്കുന്ന ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ. ഏതെങ്കിലും അപ്പന്റെ അമ്മയുടെയോ മക്കൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ, ഐ ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിള്ളേരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ മക്കളില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞേക്കണം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേരളത്തിലില്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞേക്കണം. ഭർത്താക്കന്മാർ മറന്നുപോയാൽ ഭാര്യമാരെ ഓർപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണം. 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർത്താവിന്റെ ദാസൻ ഇവിടെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. അന്ന് ഈ നാമത്തിന്റെ ശക്തി മനസ്സിലായി. അവര് വീട്ടിലൊരു കൂട്ടായ്മയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ അപ്പോസ്തല പ്രവൃത്തി ഇത് തന്നെയാണ് അദ്ദേഹം അന്ന് വായിച്ചത്. എനിക്ക് ഇന്ന് പോലെ ഓർമ്മയുണ്ട്. അദ്ദേഹം പുള്ളിയുടെ ആടിന്റെ പുറത്തും പുള്ളിയുടെ തെങ്ങിന്റെ പുറത്തും പുള്ളിയുടെ മാടിന്റെ പുറത്തും വീട്ടിലുള്ള ഓരോന്നിന്റെ പുറത്തും യേശുവിന്റെ നാമത്തിൽ പരിപാടി തുടങ്ങി. കായ്ക്കാത്ത തെങ്ങ് കായ്ക്കാൻ തുടങ്ങി, ആടിന്റെ അസുഖം മാറാൻ തുടങ്ങി. ആടിന്റെ പുറത്ത് യേശുവിന്റെ നാമത്തിൽ പറയാൻ എളുപ്പമുള്ളതാണ്. ഇന്ന് രാവിലെ എൻ്റെ സഹോദരി പ്രിയ പത്നി ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ പുറത്ത് അത് ജയിച്ചേച്ചാണ് ഇരിക്കുന്നത്. അതിന്റെ കാല് മുറിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ കെട്ടിയേച്ച് പോകുന്ന വഴിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്ത് അതിന്റെ പുറത്തൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, മൃഗാശുപത്രി കൊണ്ടുപോകാതെ ഞങ്ങളുടെ പട്ടിയുടെ കാലിനെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? ഈ സഹോദരൻ 12 വർഷങ്ങൾക്ക് മുമ്പ് കോഴിയും പശുവും ആടും തെങ്ങും ഒക്കെ കായ്ക്കുന്ന കണ്ടപ്പം ഇപ്പൊ ഓടി നടന്ന് മറ്റുള്ളവരുടെ തല കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിയുള്ളവർ നിങ്ങൾ കോഴിക്കുഞ്ഞിന്റെ പുറത്ത് വെച്ചാൽ മതി ആദ്യം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സുഖം കാണുമ്പോൾ നിങ്ങൾ അറിയാതെ മക്കളുടെ പുറത്ത് വെക്കും, നാട്ടുകാരുടെ പുറത്ത് വെക്കും, വീട്ടുകാരുടെ പുറത്ത് വെക്കും. അനുഗ്രഹം സമൃദ്ധിയായി ഒഴുകും. ഹല്ലേലൂയ. In the name of Jesus there is healing. In the name of Jesus there is deliverance. In the name of Jesus there is power. Receive the power and use the power in the name of Jesus. യേശുവിന്റെ നാമത്തിന്റെ ശക്തി
ആ നാമത്തിന്റെ ശക്തിയോട് ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ഒരൊറ്റ ദിവസം പോലും അത് ഉപയോഗിക്കാതിരിക്കരുത്. ഇവിടെ തലയ്ക്ക് അടി പറ്റിയേച്ച് കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി. അവൻ കണ്ണ് തുറന്നുടനെ അമ്മയോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? എന്റെ സെൽഫോൺ എന്ത് ചെയ്യുന്നു? ബോധം വന്നു എന്നപ്പം ഞങ്ങൾക്ക് എല്ലാം പിടികിട്ടി. രണ്ട് സൈഡിലും ക്ലോട്ടാണ്, തല കറങ്ങിയിരിക്കുകയാണ്, അകത്തും ക്ലോട്ടാണ്, എല്ലാം ക്ലോട്ടാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന കണ്ണ് തുറന്നുണ്ടെ ചോദിച്ചെന്തുവാ? സെൽഫോൺ എന്ത് ചെയ്യുന്നു? നല്ലൊരു അമ്മച്ചിയാ പറഞ്ഞ് ഡോക്ടർ കൊണ്ടുപോയി. വൈകിട്ട് റൗണ്ട്സ് ചെയ്യുന്ന ഞാൻ പറയാം, ഡോക്ടറെ സെൽഫോൺ ഇങ്ങ് തരാൻ. ഞാൻ ഓർത്ത് എന്ത് പറ്റിയോ? അമ്മച്ചി ഇങ്ങനെ കണ്ണൊക്കെ കാണിക്കുന്നു, എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കുഞ്ഞെ എൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് പിടി കിട്ടിയത്. സൂത്രപ്പണി നടന്നിരിക്കുകയാണ്. ഒരു സെൽഫോണിന് വേണ്ടി ഇത്രയും കൊതിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിന്റെ ഉപയോഗവും ശക്തിയും നീ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇടവിടാതെ അതിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ, അതിന്റെ ബലത്തിൽ ജീവിക്കുവാൻ, അതിന്റെ ശക്തിയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. There is power. There is power in the name of Jesus. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ടി വിയിൽ കൂടെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് കൂടെ ഒരുമിച്ച് ചേർന്ന് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ ശക്തികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ കെട്ടുകൾ അഴിയട്ടെ. മദ്യപാനത്തിന്റെ ശക്തികൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസറുകൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തളർവാദങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മുട്ടുവേദനകൾ, പുറം വേദനകൾ, സന്ധിവേദനകൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മാറാ രോഗങ്ങളും ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. There is power in the name of Jesus. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം അതിന്റെ 18 വാക്യം. Acts 16:18. ഒരു ഭൂതം ബാധിച്ച സ്ത്രീയാണ്. അപ്പോസ്തലന്മാരുടെ പുറകെ നടന്ന് ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാര് പുത്രന്മാരെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. നമ്മൾ വല്ലതും ആണെങ്കിൽ അങ്ങനെ കൂടെ ആരെങ്കിലും കിട്ടാമെങ്കിൽ വളരെ സന്തോഷം. 2 ആഴ്ച വേണേൽ കാറെ കൊണ്ടുപോകും. 10 പേര് കേട്ടോട്ടെ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അത്ര ഗതികേടിലാണ് ഇപ്പൊ ആൾക്കാർ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭൂതത്തിന്റെ സാക്ഷ്യമൊന്നും ഇല്ലാതെ തന്നെത്താൻ സാക്ഷ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അപ്പോസ്തലന് അതിന്റെ ഗതികേടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂതത്തിന് പിടികെട്ടി. എന്താണ്? അപ്പോസ്തലന്മാർ ആരാണ്? ദൈവത്തിന്റെ. അപ്പൊ ഭൂതത്തിന് എന്തറിയാം? ദൈവത്തിന്റെ ദാസനെ അറിയാം, ദൈവത്തിന്റെ നാമത്തെ അറിയാം, ദൈവത്തിന്റെ വചനത്തെ അറിയാം, ദൈവത്തിന്റെ ശക്തിയെ അറിയാം. ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ നോക്കുന്ന എല്ലാ രോഗത്തിന്റെ ശക്തിക്കും യേശുവിന്റെ നാമത്തെ നല്ലവണ്ണം അറിയാവുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂതങ്ങൾ അവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഈ സ്ത്രീ, ഈ കുഞ്ഞ്, ഈ പെൺകൊച്ച്. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പൗലോസ് ഷാഹി കേട്ട് നമ്മൾ വല്ലതും ആണ് മോളെ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ് അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. അവളിലുള്ള ഭൂതത്തോട് എന്ത് പറഞ്ഞു? യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? ആ സെക്കൻഡ് ഭൂതം പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ് കൊണ്ട്, ആ നാഴികയിൽ തന്നെ ഭൂതം അവനെ വിട്ടുപോയി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിന്റെ 10 വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. ഇന്ന് നീ മുട്ടുമടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരില്ലേ? ഹലോ, കുറെ നിരീശ്വരവാദികൾ, കുറെ ദൈവമില്ലാത്തവർ, കുറെ തല്ലുകൊള്ളികൾ, കുറെ നേതാക്കന്മാർ, പോലീസിനും നിയമങ്ങൾക്കും മുട്ടുകുത്താൻ കഴിയാതെ രക്ഷപ്പെട്ട് നടക്കുന്ന കുറെ പാർട്ടികൾ നമ്മുടെ രാജ്യത്തിലുമില്ലേ? പക്ഷെ ഒരു ദിവസമുണ്ട് സ്വർഗത്തിലും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലെയും എല്ലാവരുടെയും നീ ഡ്രില്ല് നടക്കുന്ന ഒരു ദിവസം, മുട്ടിന്മേലുള്ള ഡാൻസിങ് കാണാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ചലിക്കും. യേശു മാത്രം ദൈവം എന്ന്
പറയുന്ന ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, എല്ലാ മുട്ടും ആ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. നമ്മൾ മടക്കാൻ നോക്കണ്ട, മടക്കാൻ ട്രൈ ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രിപ്പ് പോയി മടങ്ങുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ചലിക്കും. യേശു മാത്രം രക്ഷകൻ എന്ന് പറയും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം, മാത്യു 12:21. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യം കൂടെ പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിന്റെ നാമത്തിൽ പാപക്ഷമയുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമുണ്ട്, യേശുവിന്റെ നാമത്തിൽ നിത്യജീവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളപ്പോൾ അവിടെ 12-ന്റെ യേശുവിന്റെ നാമത്തിൽ കുറച്ച് പാക്കേയും ഉണ്ട്. ഇത് ചിലപ്പം വായിക്കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇല്ലേ? യേശുവിന്റെ നാമം കൊണ്ട് നടക്കുന്നവരെ സ്കൂളില്, ജോലി സ്ഥാനത്ത്, ചില സംഭവങ്ങളിൽ മനുഷ്യർ നിങ്ങളെ കളിയാക്കും, പകയ്ക്കും, കൂട്ടുകാർ തള്ളിപ്പറയും. ഗുണമൊക്കെ കേട്ടപ്പോൾ സന്തോഷമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നതിനാണ് ഞാൻ ദൈവത്തെ എന്റെ നാമത്തിൽ എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ആമേൻ, ആമേൻ. മത്തായി 12:21 വായിച്ചു. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും. The Gentiles, the nations will trust and hope in his name. എല്ലാവരുടെയും ആശ ലോകത്തിൽ നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശ വെക്കാൻ ഒരു നാമമേ ഉള്ളെന്ന് ഇനിയും ദേശത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ബാക്കി എല്ലാ നാമങ്ങളെയും കൈവിട്ടിട്ട് എല്ലാ ജാതികളും ഒരുമിച്ച് അവന്റെ നാമത്തിൽ പ്രത്യാശ വെക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റേത് വായിച്ചത് പ്രവൃത്തി ആക്സ് 5:41 തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:41 വായിക്കാം. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരെന്ന് അവർ തന്നെ തന്നെ കരുതി. എൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ഡോക്ടർ കൗരെ, നിങ്ങളൊരു ന്യൂറോ സർജൻ അല്ലേ, വലിയ ഡോക്ടർ അല്ലേ, എന്തിനാ ഈ യേശു ജീവിക്കുന്നു, പാപികളെ രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം? ഒത്തിരി പേരെന്റെ കൂട്ടുകാരനെ കളിയാക്കും. എനിക്ക് അവരോട് ആരോടും ദുഃഖമോ പുച്ഛമോ സ്നേഹമോ വിഷമോ ഒന്നുമില്ല. ഒരു ഹൈഡ്രോക്കഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ ഒരു ന്യൂറോ സർജനാക്കിയ സ്വർഗമുണ്ടെങ്കിൽ ഈ നാമനിമിത്തം ഏത് നിന്ന് സഹിക്കുവാനും ഏത് പ്രതികൂലം സഹിക്കുവാനും അന്നും ഇന്നും എന്നും ഞാൻ സന്തോഷിക്കുന്നു. അതെന്റെ അഭിമാനമായി കരുതുന്നു. I take it as a privilege and honor to suffer in the name of Jesus. How many of you will take that as an honor and privilege in your life? എത്ര പേര് അത് അഭിമാനമായി ഇന്ന് രാത്രി നിങ്ങൾ എണ്ണും? യേശുവിന്റെ നാമത്തിൽ കഷ്ടം സഹിക്കുന്നത് അഭിമാനമായി എണ്ണുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അത് മാത്രമല്ല, എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ദൈവം നിങ്ങൾ യേശുവിന്റെ നാമത്തോട് കാണിച്ച സ്നേഹം ഒരിക്കലും മറക്കുകയില്ല എന്ന്. God will never forget the love you show towards the name of Jesus. How many of you really love this name? ഈ നാമത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ നാമത്തെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം നിങ്ങൾ ഈ നാമത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അതൊരിക്കലും മറക്കുകയില്ല. ഹല്ലേലൂയ. സോണിയാഗാന്ധിയെ സ്നേഹിക്കുന്നവർ എപ്പോഴും സോണിയാജി എന്ന് പറയും. ഈയിടെ ഒരാളെ അറസ്റ്റ് ചെയ്തു, 7 പേര് ആത്മഹത്യ ചെയ്തു, കുറെ പേരൊക്കെ ഹാർട്ട് അറ്റാക്കായി, 2-3 പേർക്ക് സ്ട്രോക്കായി. ആ ഒരു പേര് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശുവിന്റെ നാമത്തിന് വേണ്ടി ഇതുവരെ അറ്റാക്കും ഉണ്ടായില്ല, സ്ട്രോക്കും വന്നില്ല, ആത്മഹത്യ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുകയും ചെയ്തു. യേശുവിന്റെ നാമത്തെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു സഭ തൃശ്ശൂരിലുണ്ട് എന്ന്, ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്ന്, ഭാരതത്തിലുണ്ട് എന്ന് ജനമൊന്നറിയട്ടെ, സ്വർഗമൊന്നറിയട്ടെ, ദൈവമൊന്നറിയട്ടെ.
യേശുവിന്റെ നാമത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും മറക്കുകയില്ല. നിങ്ങൾ അവന്റെ നാമത്തെ സ്നേഹിക്കുന്നത് ദൈവം എന്നും ഓർക്കും. ഇനി രണ്ട് വലിയ മിസ്റ്ററി സ്പിരിച്വൽ മിസ്റ്ററി പ്രവചന പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു നിർത്താൻ പോവാൻ അവന്റെ നാമത്തെ കുറിച്ചുള്ളതാണ്. ഒന്ന് ഐസായ 54:5. ഐസായും ജെറമായും നിറച്ചിട്ടുണ്ട്. ഞാൻ സാമ്പിളായിട്ട് 2 വാക്യം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ്? നിങ്ങളുടെ സൃഷ്ടാവാകുന്നു നിങ്ങളുടെ. ലോകത്തിൽ അത് നടക്കില്ല. ഒരു മിനിറ്റ്. വലിയ മർമ്മം, ആത്മീക മർമ്മമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ സൃഷ്ടാവ് ഇനി എന്താകാൻ പോവാണ്? നമ്മുടെ ഭർത്താവാകാൻ പോവുകയാണ്. സഭയുടെ ഭർത്താവ് ആരാണ്? കർത്താവാണ്. യേശുവാണ് ദൈവമക്കളുടെ ഭർത്താവാകാൻ പോകുന്നത്. യുവർ മേക്കർ ഈസ് ഗോയിങ് ടു ബി യുവർ ഹസ്ബൻഡ്. അതുകൊണ്ടാണ് ജീവൻ തന്ന് രക്ഷിച്ചത്. അതുകൊണ്ടാണ് പൊന്നുപോലെ നോക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രകോടിയും സാരിയും ചോക്ലേറ്റും ഒക്കെ മേടിച്ച് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം തരുന്നത്. നിന്റെ ഭർത്താവായ കർത്താവായതുകൊണ്ടാണ്. ഇതറിയാവുന്ന എത്ര പേരുണ്ട്? ഭർത്താവിനെ വിളിക്കുന്ന പോലെ കർത്താവിനെ വിളിക്കണമെന്നാണ് യേശുവിന്റെ നാമത്തിന്റെ സ്നേഹത്തിന്റെ അർത്ഥം. നിങ്ങൾ വീട്ടിൽ ഭർത്താക്കന്മാരെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ? പല പേരുകൾ, ഓമന പേരുകൾ. കർത്താവിനെ അങ്ങനെ ഒന്ന് സ്നേഹത്തിലൊന്ന് വിളിച്ചു നോക്കിയേ. നിന്റെ സൃഷ്ടിതാവാണ് നിന്റെ ഭർത്താവ്. ഇന്നൊന്ന് പറഞ്ഞു നോക്കിയേ, നീ എന്റെ സർവമാണ്, നീ എന്റെ കരളാണ്, നീ എന്റെ ചങ്കാണ്, നീ എന്റെ എല്ലാമാണ്. എന്റെ യേശുവേ, നീ അല്ലാതെ ആരും എനിക്കില്ല. ഈ ലോകത്തിൽ ഞാൻ സർവത്തിനെക്കാട്ടിലും കൂടുതൽ അങ്ങേ സ്നേഹിക്കുന്നു. ഒരു വലിയ മർമ്മം, സീക്രട്ട് പറഞ്ഞാണ് യേശുവിന്റെ നാമം ക്ലോസ് ചെയ്യാൻ പോകുന്നത്. നിന്റെ സൃഷ്ടിതാവാണ് നിന്റെ ഭർത്താവ്. അടുത്ത വാക്യം, ഭർത്താവിന്റെ പേരെന്താ? ഇപ്പൊ ഇത്രയും നാള് സൈന്യങ്ങളുടെ യഹോവ വേറെ ആരാണ്ടോ ആന്ന് വിചാരിച്ചാ പ്രാർത്ഥിച്ചത്. ഇപ്പൊ പ്രാർത്ഥനയുടെ ചൂട് മാറുമോ? നിന്റെ ഭർത്താവിനെയാണ് വിളിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവേ. ഇത് വായിച്ചപ്പോ ഞാൻ കോരിത്തരിച്ചു. ഇത് വായിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സൈന്യങ്ങളുടെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ആ യോഗ്യതയ്ക്കായി, ആ ശ്രേഷ്ഠതയ്ക്കായി, ആ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെനിക്ക് യോഗ്യതയില്ല കർത്താവേ, ഇതിന് ഞാൻ അർഹനല്ല കർത്താവേ. ഞാനൊരു പുഴുവാണ്, ഞാനൊരു പൊടിയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ അങ്ങ് തെരഞ്ഞെടുത്ത വലിയ തെരഞ്ഞെടുപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഭർത്താവിന്റെ പേരെന്താ? അങ്ങനെ ഒരു ഭർത്താവ് കൂടുണ്ടെങ്കിൽ നിന്റെ നടപ്പ് എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. അവന്റെ പേര് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ രക്ഷകൻ അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. എവർലാസ്റ്റിംഗ് ഫാദർ, മൈറ്റി ഗോഡ്, കൗൺസിലർ, പ്രിൻസ് ഓഫ് പീസ്. Oh, he is my everything. ഇനി നിനക്ക് യേശുവിനോട് ഇന്ന് രാത്രി കുറച്ചുകൂടെ സ്നേഹം വന്നില്ലെങ്കിൽ ഈ വചനം കേട്ടതിൽ ഒരർത്ഥവുമില്ല സഹോദര. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കുക, നീ സേവിക്കുന്ന ദൈവമായ, നീ പറയുന്ന നാമത്തിന്റെ ശക്തി എന്ത്, പിശാച് എന്താ പേടിക്കുന്നത്, യഹൂദന്മാർ എന്താ മിണ്ടാതിരിക്കാൻ പറയുന്നത്. അത്ര വലിയ ശക്തിയുള്ള നാമമാണ് നിന്റെ സൃഷ്ടിതാവായ, നിന്റെ ഭർത്താവായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമം. ഒരു വാക്യം കൂടെ വായിച്ചേച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെരമ്യാവ് 51:19. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ, ഇസ്രയേൽ അവന്റെ അവകാശ ഗോത്രം. പുതിയ നിയമ ഇസ്രയേൽ, പഴയ ഇസ്രയേൽ ദൈവത്തിന്റെ അവകാശ ഗോത്രമാണ്. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ നാമം. യേശയ്യാവും യെരമ്യാവും പല ഭാഗത്ത് ഇതെടുത്തെഴുതിയിട്ടുണ്ട്. എന്റെയും നിന്റെയും രക്ഷകനായ ദൈവം സാധാരണ ദൈവമല്ല, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. കോടാനു സൈന്യങ്ങൾ ഒറ്റയടിക്ക് റെഡിയായി നിൽക്കുന്ന ഈ വലിയ ദൈവം നമ്മുടെ ദൈവമാകിയാൽ അവന്റെ നാമം നമ്മുടെ കൂടെ ഉള്ളതിനാൽ, ഓ ഹല്ലേലൂയ, എത്ര വലിയ പദവിയാണ്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണ് ഒരു ചോട്ടാ മൂക്കിപ്പനി വരുമ്പോ വിറയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണ് ഒരു കൊച്ചു ഭൂതം അനങ്ങുമ്പോ ചാടുന്നത്. ഇന്ന് എല്ലാത്തിനെയും ചാടി, എല്ലാത്തിനെയും നശിപ്പിച്ച്, എല്ലാത്തിനും എതിരായി ഓടുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ.
ദൈവനാമത്തിന്റെ ശക്തി എന്തെന്നും ദൈവനാമത്തിന്റെ അർത്ഥം എന്തെന്നും ദൈവനാമത്തിന്റെ വിടുതൽ എന്തെന്നും ദൈവനാമത്തിന്റെ യോഗ്യത എന്തെന്നും അനുഗ്രഹങ്ങൾ എന്തെന്നും അവകാശങ്ങൾ എന്തെന്നും അനുഭവിപ്പാനും അനുസരിക്കുവാനും അത് ഉപയോഗിച്ച് ജീവിപ്പാനും ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇത്രയും സമയം ശ്രദ്ധയോടെ തീരുമാനം കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ടിവിയിലൂടെ, യൂട്യൂബിലൂടെ ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകും, പുതുഭാഷകളിൽ സംസാരിക്കും, ദൈവത്തിന്റെ കൃപയൊഴുകും. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അനുഗ്രഹം ഏറ്റെടുത്ത്, വിടുതൽ ഏറ്റെടുത്ത്, നന്മ ഏറ്റെടുത്ത് കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടോ, നിങ്ങൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Speak to the problems in the name of Jesus. Speak to the devil in the name of Jesus. Speak to the sickness in the name of Jesus. ഇന്ന് തൊട്ട് ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവനും നിങ്ങൾ ഉപയോഗിക്കാത്ത ഈ മനോഹര നാമം ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളുടെ അധരങ്ങളെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹവും വിടുതലും നിങ്ങളുടെ ദേശത്തും കുടുംബത്തും ഒഴുകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീരനാം ദൈവം, അത്ഭുതമന്ത്രി, സമാധാനത്തിന്റെ പ്രഭു, ഞങ്ങളുടെ എവർലാസ്റ്റിംഗ് ഫാദർ, നിത്യനായ പിതാവായി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സൈന്യങ്ങളുടെ യഹോവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാകിയാൽ, ഞങ്ങളുടെ രക്ഷകനാകിയാൽ, ഞങ്ങളുടെ കർത്താവാകിയാൽ, ഞങ്ങളുടെ ഭർത്താവാകിയാൽ, ഞങ്ങളുടെ എല്ലാം ആകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ നാമത്തെ അനുസരിക്കുവാൻ, അങ്ങയുടെ നാമത്തെ സേവിക്കുവാൻ, അങ്ങയുടെ നാമത്തെ പ്രസംഗിക്കുവാൻ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാൻ പ്രാർത്ഥിക്കുന്നു. നസ്രായ യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി ഞങ്ങൾ അഴിക്കുകയാണ്. എല്ലാ കൂടോത്രങ്ങളെയും, എല്ലാ പോരാട്ടങ്ങളെയും, എല്ലാ മദ്യപാനത്തെയും, എല്ലാ രോഗത്തിന്റെ ശക്തികളെയും, എല്ലാ സാമ്പത്തിക തകർച്ചകളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. അനുഗ്രഹവും വിടുതലും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഉണർവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കട്ടെ. വിടുതലും അനുഗ്രഹവും നന്മയും അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മാനവ മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. നിത്യജീവന്റെ പങ്കാളികളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. God bless you.